പ്രമുഖ വ്യവസായിയും ബേപ്പൂർ മുൻ MLA-യുമായ VKC മുഹമ്മദ് കോയയുടെ ആത്മകഥ ഇനിയും നടക്കാം എന്ന പുസ്തകം ഫെബ്രുവരി 18-ന് പ്രകാശനം ചെയ്യും. കോഴിക്കോട് ശ്രീനാരായണ സെന്റിനറി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം നിർവഹിക്കും. കഥാകൃത്ത് T. പത്മനാഭൻ ആദ്യ പുസ്തകം സ്വീകരിക്കും. VKC എന്ന തീപ്പെട്ടി കമ്പനിയിൽ നിന്നും ചെരുപ്പ് വ്യവസായത്തിലേക്ക് മാറിയതും അത് വളർന്ന് അന്താരാഷ്ട്ര പാദരക്ഷാ ബ്രാൻഡായി മാറിയതും വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും ഉയർന്നു വന്ന പ്രതിസന്ധികളെ തൻ്റേതായ രീതിയിൽ മറികടന്ന മാർഗങ്ങളെക്കുറിച്ചും VKC പുസ്തകത്തിൽ വിശദീകരിക്കുന്നു. വ്യവസായി എന്ന നിലയിലും പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ജീവിതത്തിൽ എന്നോളം സ്വീകരിച്ച നിലപാടുകളും ബിസിനസ്സിലെ വളർച്ചാ തന്ത്രങ്ങളും പുസ്തകത്തിൽ വിശദമാക്കുന്നുണ്ട്. VKC മുഹമ്മദ് കോയയുടെ ആത്മകഥയായ ഇനിയും നടക്കാം എന്ന പുസ്തകം ഫെബ്രുവരി 18-ന് കോഴിക്കോട് ശ്രീനാരായണ സെന്റിനറി ഹാളിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്യും. പ്രശസ്ത കഥാകൃത്ത് T. പത്മനാഭൻ പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങും. VKCയുടെ ആത്മകഥയായുള്ള ഇനിയും നടക്കാം എന്നൊരു പുസ്തകത്തിന്റെ പ്രകാശനമാണ് 18-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3:30 ശ്രീനാരായണ സെന്റിനറി ഹാളിൽ വെച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കാൻ വേണ്ടി VKCയുടെ ആത്മകഥയാണിത്. 20-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ ജീവിതത്തിലുണ്ടായിട്ടുള്ള വളർച്ച, അതിലെ മാറ്റങ്ങൾ, അത് തന്റെ സ്വന്തം ജീവിതാനുഭവങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് നോക്കിക്കണ്ട് വിലയിരുത്തിക്കൊണ്ടാണ് ഈ പുസ്തകം രൂപപ്പെടുത്തിയത്. സംഘാടക സമിതി കൺവീനറായ ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ്, വൈസ് ചെയർമാൻ T. രാധാഗോപി, K. ഉദയകുമാർ, VKC റസാഖ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് ഇൻസ്റ്റിറ്റ്യൂട്ട്